ഉത്തരാഖണ്ഡിലെ ഋഷികേശിലെ പ്രശസ്തമായ ബീറ്റിൽസ് ആശ്രമത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫോളോ മൈ ഫുട് പ്രിന്റ്സ്. ഐ എം രഗിന ആൻഡ് ദിസ് ഈസ് മൈ ട്രാവൽ അക്കൗണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ബീറ്റിൽസ് ആശ്രമത്തിലെ കാഴ്ചകളാണ്. ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഗംഗാനദിയുടെ കിഴക്കൻ തീരത്താണ് ഈ ഒരു ആശ്രമത്തിന്റെ ലൊക്കേഷൻ വരുന്നത്. ചൗറേസി കുടി എന്നും ഈ ഒരു ആശ്രമം അറിയപ്പെടുന്നുണ്ട്. 1960കളിൽ മഹേഷ് യോഗിയാണ് ഈ ഒരു ആശ്രമം സ്ഥാപിക്കുന്നത്. 1968 മുതൽ ഇംഗ്ലീഷ് റോക്ക് ബാൻഡ് ബീറ്റിൽസ് ഇവിടെ ധ്യാനം പഠിച്ചിരുന്നു. അതേപോലെ അവരുടെ കുറേ മ്യൂസിക് ആൽബംസും ഇവിടെ നിന്നാണ് പിറന്നത്. ഇതാണ് ചൗറേസി കുടിയിലേക്കുള്ള എൻട്രി. 84 കുടിലുകളിൽ നിന്നാണ് ഈ ചൗറേസി കുടി എന്ന പേര് വന്നത്. അതായത് 84 ധ്യാന കൂടങ്ങളുണ്ട് ഈ ഒരു സ്ഥലത്ത്. ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ പണി കഴിച്ചതാണ് ഇവിടെയുള്ള ഓരോ കുടിലുകളും. ധ്യാനകൂടങ്ങൾ കൂടാതെ ഇവിടെ പഴയ കുറേ ബിൽഡിങ്സ്, പാലസ്, ഈ കാണുന്നതാണ് പോസ്റ്റ് ഓഫീസ്, പഴയകാല പോസ്റ്റ് ഓഫീസ്. ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും ഇങ്ങനെ പഴകി പൊട്ടി പൊളിഞ്ഞിട്ടാണുള്ളത്. എങ്കിലും അതൊക്കെ കാണാൻ നല്ലൊരു പ്രത്യേക രസമാണ്. പിന്നെ ഈ കാണുന്നതാണ് അവിടുത്തെ ഗാലറി. ഒരുപാട് ഫോട്ടോസ്, അതായത് 60കളിലും 70കളിലൊക്കെ എടുത്ത കുറേ ഫോട്ടോസ് ഇവിടെ ഫ്രെയിം ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില ചുമരുകളിൽ അവിടുത്തെ ഹിസ്റ്ററി, അതായത് ഇതിൻ്റെ സ്ഥാപനം, അതിൻ്റെ വർഷം, അതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളതാണ് ഈ ഒരു ഫോട്ടോ ഗാലറി. കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ഫോട്ടോസ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് അവരുടെ കിച്ചൺ. 1960s യൂസ് ചെയ്തുകൊണ്ടിരുന്ന കിച്ചണാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ മെയിൻ ഹാള്. നമ്മൾ ഗൂഗിളിൽ ഋഷികേശിലെ ബീറ്റിൽസ് ആശ്രമം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഹാളിലുള്ള പിക്ചേഴ്സാണ്. ആളുകൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണിത്. പിന്നെ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പേസ് കൂടിയാണ്. ഇതാണ് ഹാളിൻ്റെ പുറത്തുള്ള സ്ഥലം. പഴയ കുറച്ച് ബിൽഡിങ്സ്, പിന്നെ കുറേ മരങ്ങളും, പിന്നെ അത് ഇതുപോലുള്ള കുറച്ച് മൃഗങ്ങളെയൊക്കെയാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. പിന്നെ ഇതുപോലുള്ള കുറച്ച് വെറൈറ്റി ചുമർ ചിത്രങ്ങളുണ്ട്. ചുറ്റിലും കുറേ മരങ്ങളും ചെടികളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു തണുത്തൊരു കാലാവസ്ഥയാണ് മൊത്തത്തിൽ. പിന്നെ ഈ ഒരു സ്ഥലം വനം വകുപ്പിൻ്റെ കീഴിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മൃഗസംരക്ഷണം അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് അവിടുത്തെ പാലസ്. മറ്റുള്ള ബിൽഡിംഗ് പോലെ തന്നെ ഇതും ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് യോഗ കൂടങ്ങൾ. ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോഡലാണിത്. ഓരോ കൂട്ടത്തിലും ഇങ്ങനെ ഓരോ വാഷ്റൂമും, പിന്നെ ഉറങ്ങാണ്ട സ്ഥലം, പിന്നെ അതേപോലെ തന്നെ കുറച്ച് സ്റ്റെപ്പ് കയറിയാൽ മേലോട്ട് പോയിരിക്കാം. അടുത്തടുത്താണ് ഓരോ കുടീരങ്ങളും ഇങ്ങനെ പണിതിരിക്കുന്നത്. സ്റ്റെപ്പൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള റിസ്ക് ഞാൻ എടുത്തിട്ടില്ല, മേലെ കയറിയിട്ടില്ല. കാണാൻ ചെറുതാണെങ്കിൽ അതിനുള്ളിൽ കയറുമ്പോൾ നല്ല വിസ്താരം തോന്നുന്നുണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമെന്ന് തോന്നുന്നത്. ശരിക്കും ധ്യാനം ചെയ്യാൻ പറ്റിയ സ്ഥലം പോലെ തന്നെയാണ്. ബീറ്റിൽസിൻ്റെ പേരിൽ അറിയപ്പെടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നത് കൂടുതലും ഫോറിനേഴ്സാണ്. ഞാൻ പോയപ്പോൾ തന്നെ കുറേ ഫോറിൻ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ. ഓരോ വാളിലും ചെയ്തിരിക്കുന്ന ചുമർ ചിത്രങ്ങൾ നല്ല ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് ഈ കാണുന്നത്.
അപ്പോൾ ഈ കാണുന്നതാണ് ഗംഗാ നദി. ഇവിടെ ഋഷികേശിലും ഒരു ചെറിയൊരു ബീച്ചുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ കാണുന്നതാണ് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത്. ചെറിയൊരു വെള്ള പൊടി മണലോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാ ഒരു മെഡിറ്റേഷൻ കേവ്സിനെ പറ്റിയുള്ള ഒരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നടന്ന് കാണാൻ മാത്രം കുറേ സ്ഥലങ്ങളുണ്ട് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ട്രാവൽ വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വൺ വേൾഡ് മെനി സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം ട്രാവൽ അക്കൗണ്ട്.